സ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ സുധീർ നമ്പൂതിരി, ശബരിമല മുൻ മേൽശാന്തി, നവാമുണ്ട ക്ഷേത്രം മേൽശാന്തി. ഈ വരുന്ന ജനുവരി 28-ാം തീയതി 23 മുതൽ 28 വരെ തിരുനാവായയുടെ മാഘമക മഹോത്സവം നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി തിരുനാവായ പുഴയോരത്ത് ഒട്ടനവധി കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചരിത്രവും മാഘമകം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം പറ്റി ഇതിൻ്റെ പ്രധാന സംയോജകനായ ഇതിൻ്റെ ചരിത്രങ്ങൾ കണ്ടെത്തിയ നമ്മുടെ തിരൂർ ദിനേശ് ഏട്ടൻ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളോട് സവിസ്തരം പ്രതിപാദിക്കുന്നതാണ്. അഖണ്ഡ ഭാരത സങ്കല്പം നമ്മൾ ഇന്നത്തെ ഭാരതമല്ല, നമുക്ക് അഖണ്ഡ ഭാരതം. ഈ അഖണ്ഡ ഭാരതത്തിൽ അഖണ്ഡ ഭാരതത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് നദികൾക്കുള്ള നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ മൂല്യത്തിനും ഒക്കെ ഉള്ള ഈ നദികളുടെ ഒരു സംസ്കാരത്തെ പറ്റി വളരെ വിശദമായ ഒരു ചരിത്രം അഖണ്ഡ ഭാരതം പരിശോധിച്ചാൽ അറിയാം. ഈ അഖണ്ഡ ഭാരതത്തിൽ നമ്മുടെ പുരാണത്തിലും മറ്റും പറയുന്ന നിരവധി നദികൾ നമുക്ക് ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് പല നദികളും ഈ ഭാരതം പല ഭാഗങ്ങളായി വേറിട്ട് പോയതിനെ തുടർന്ന് നമുക്ക് പല നദികളും നഷ്ടമായി. പല നദികളും പല രാഷ്ട്രങ്ങളിലും പെട്ട് അത് ഇല്ലാതായിരിക്കുകയാണ്. നമ്മുടെ ഓരോ നദിക്കും അതിൻ്റെതായ ഐതിഹ്യമുണ്ട്, ചരിത്രമുണ്ട്, ചില സമ്പ്രദായങ്ങൾ, ആചാരങ്ങൾ, ഇതെല്ലാം വളരെ കൃത്യതയോടുകൂടി നമ്മുടെ പൂർവികർ നമുക്ക് വിഭാവനം ചെയ്തു തന്നിട്ടുണ്ട്. ഇത്തരം വിഭാവനം ചെയ്തു തന്നിട്ടുള്ള അത്തരം ആരാധനാക്രമങ്ങൾ, നദികളെ ആരാധിക്കുന്ന ആ സമ്പ്രദായം പരമ്പരാഗതമായി പിന്തുടരേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. എല്ലാ നദികളുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ഹരിദ്വാറിലും പ്രയാഗിലും ഒക്കെ നടക്കുന്ന കുംഭമേള, ആ കുംഭമേള അന്ന് ആചാര്യന്മാർ നമുക്ക് മുന്നിൽ വെച്ച് തന്ന മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും നടത്തിവരുന്ന ഒരു മഹോത്സവമാണ്, ദേശീയോത്സവമാണ്, അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്ന ഒരു ഉത്സവമാണ്. അതുപോലെ നമ്മൾ കേരളത്തിനുമുണ്ട് ഇത്തരം സമ്പ്രദായങ്ങൾ, ആചാരങ്ങൾ, ഇതെല്ലാം വിശദമാക്കിക്കൊണ്ട് നമുക്കൊരു നദി ഉത്സവം. ഇത് പരശുരാമൻ ത്രേതായുഗത്തിലാണ് നമുക്ക് ആ നദി ഉത്സവം നമുക്ക് പരശുരാമൻ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ളത്. അത് ഭാരതപ്പുഴയുടെ ഉത്സവമാണ്. ഭാരതപ്പുഴയുടെ ഉത്സവം ത്രേതായുഗത്തിൽ പരശുരാമനാൽ പ്രോക്തമായിട്ടുള്ള ഒരു നദി ഉത്സവമാണ്. കേരളത്തിലെ ഏക നദി ഉത്സവമാണ്. ദക്ഷിണ ഭാരതത്തിലെ അതിപുരാതനമായ ഉത്സവമാണ് ഭാരതപ്പുഴയുടെ ഉത്സവം. മാമാങ്കം എന്ന പേരിലും മഹാമകം എന്ന പേരിലും മാഘമകം എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന ഒരു ഉത്സവമാണ് ഭാരതപ്പുഴയുടെ ഉത്സവം. അപ്പൊ ഈ ഉത്സവത്തിനും ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പരശുരാമൻ ആ കാലത്ത് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ നദിയുടെ ഉത്സവം മാഘമാസത്തിൽ മകം വരെയുള്ള 28 ദിവസം ഗംഗ തുടങ്ങിയ പുണ്യനദികളുടെ സപ്തനദികളുടെ പ്രവാഹമുണ്ടാകും. ഈ പ്രതീജി, പേരാറ് എന്ന പേരിൽ മാത്രമായിരുന്നു പൂർവിക കാലത്ത് ഭാരതപ്പുഴ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ തവനൂരിൽ നടന്ന ഒരു മഹായാഗം, ആ യാഗ ദിനങ്ങളിൽ മാഘമാസത്തിൽ 28 ദിവസങ്ങളിലായി നടന്ന ആ യാഗ ദിവസങ്ങളിൽ യാഗത്തിന്റെ ശ്രേഷ്ഠത കാരണം ഗംഗ തുടങ്ങിയ പുണ്യനദികളുടെ പ്രവാഹം ഭാരതപ്പുഴയിൽ ഉണ്ടായി എന്നത് തിരിച്ചറിഞ്ഞത് പരശുരാമനാണ്. ഭാരതത്തിൽ വേറെ ഒരു നദിക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു ശ്രേഷ്ഠത ഇതിനുണ്ടെന്നും എല്ലാ വർഷവും ഗംഗ തുടങ്ങിയ സപ്തനദികളുടെ പ്രവാഹം ഈ ഭാരതപ്പുഴയിൽ ഉണ്ടാകും. അതുകൊണ്ട് ഈ ഭാരതപ്പുഴയെ, അന്ന് ഭാരതപ്പുഴയില്ല, ഈ പ്രതീജിയെ അല്ലെങ്കിൽ ഈ നദിയെ പൂജിക്കണം, ഈ നദിയുടെ ഉത്സവം ആഘോഷിക്കണം എന്ന് പരശുരാമൻ പറയേണ്ടായി. ഭാരതത്തിൽ മറ്റൊരു നദിക്കുമില്ല അവകാശപ്പെടാനില്ലാത്ത ആ ശ്രേഷ്ഠത കാരണമാണ് പ്രതീജയ്ക്ക് അഥവാ പേരാറിന് ഭാരതത്തിന്റെ പേര് വന്നത്, ഭാരതപ്പുഴ എന്ന പേര് വന്നത്. ഇതിന്റെ പിന്നിൽ ഒരു ഐതിഹ്യമാണെങ്കിൽ പോലും ഇതിന് പിന്നിൽ വ്യക്തമായ ഒരു സന്ദേശമുണ്ട്. അത് പ്രകൃതി സംരക്ഷണമാണ്. ഈ പ്രകൃതി സംരക്ഷണം മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന്, പ്രകൃതിയുടെ നിലനിൽപ്പിന്, സമസ്ത സർവചരാചരങ്ങളുടെയും സന്തുലനാവസ്ഥയ്ക്ക് പ്രോക്തമായ സന്ദേശമാണ്. അപ്പൊ നമുക്ക് പുരാണം മാറ്റിവെച്ചാൽ പോലും ഇതിൽ മഹത്തായ ഒരു സന്ദേശമുണ്ട്. പുരാണം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇത് ഒരു പൈതൃകത്തിന്റെ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഉത്സവമാണ്.
ഇത് നമ്മുടെ ഭാരതപ്പുഴയുടെ തെക്ക് ഭാഗത്ത് ബ്രഹ്മാവിന്റെയും ശിവന്റെയും ക്ഷേത്രമാണ്, വടക്ക് ഭാഗത്ത് മഹാവിഷ്ണുവിന്റെ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രങ്ങളുടെ സ്ഥാനം നമ്മളൊന്ന് വരച്ചു നോക്കൂ. അത് ത്രികോണാകൃതിയിലാണ്. ആ ത്രികോണാകൃതി സാധാരണ നമ്മുടെ ദേവഗണിത പ്രകാരം ഏതിലാണ് ഉണ്ടാവുക? അത് ശ്രീചക്രത്തിലാണ്. അപ്പൊ ശ്രീചക്ര സ്ഥാനത്തിലാണ് ഈ ക്ഷേത്ര സ്ഥലങ്ങളിൽ നിൽക്കുന്നത്. മധ്യേ ഭാരതപ്പുഴ ഒഴുകുന്നത് കൊണ്ട് ഇവിടെ ശക്തി സ്വരൂപമാണ്, ശക്തിയെ പൂജിക്കേണ്ടതാണ്. മാഘമാസത്തിൽ എല്ലാ നദികളും സപ്തനദികളുടെയും പ്രവാഹം ഉണ്ടാകുന്നത് കൂടെ സകല ദേവതമാരും ഇവിടെ ഈ 28 ദിവസം ഉണ്ടാകുമെന്നാണ് ഐതിഹ്യം. അപ്പൊ ഇവിടെ വരികയും ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെയുള്ള പൂജാവിധികളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരു പിടി പുഷ്പം ഭാരതപ്പുഴയ്ക്ക് അർപ്പിക്കുമ്പോൾ സകല ദേവതമാരുടെയും പാദങ്ങളിൽ നമ്മൾ ഒരു പിടി പൂക്കൾ നേരിട്ട് അർപ്പിക്കുന്നു എന്നാണ് അതിന്റെ സങ്കല്പം. ഒരു ചെരാതിൽ ഒരു തിരി കാണിക്കുക, അല്ലെ ഒരു കർപ്പൂരം കാണിക്കുകയാണെങ്കിൽ അതും ഈ ഭാരതത്തിന്റെ നമ്മുടെ സമസ്ത സകല ദേവതമാരുടെയും മുന്നിൽ നമ്മൾ ഒരു പൂജാവിധികൾ നേരിട്ട് സമർപ്പിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം നമുക്ക് കാണേണ്ടത്. അപ്പൊ ആ ഒരു വിധാനമാണ്, ആ ഒരു രീതിയിലാണ് പരശുരാമൻ ഇത് തുടങ്ങാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ ആരും നടത്താതെ ത്രേതായുഗ കാലം മുതൽ ആരും നടത്താതെ ഈ ത്രിമൂർത്തി സ്നാനഘട്ടിൽ വന്ന് സ്നാനം ചെയ്യുകയും ഭാരതപ്പുഴയെ പൂജിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊരു കുംഭമേളയ്ക്ക് സമാനമായി നടന്നു വന്നിരുന്ന ഒരു ഉത്സവമാണ്. അത് AD 1766 വരെ ഈ നദി ഉത്സവം നടത്തിയിരുന്നു. അത് പിൽക്കാലത്ത് അത് നമുക്ക് നഷ്ടപ്പെട്ടു, ദക്ഷിണ ഭാരതത്തിന് നഷ്ടപ്പെട്ടു. 2016 നമ്മൾ ഇത് എല്ലാവരും പറയും ഈ മാമാങ്കം പിന്നെ എന്താ പറയാ, ഒരു പഴയ മാതിരി ഒന്ന് കാണിക്കുന്നു. അതല്ല, നമ്മൾ 1766 നിലച്ചുപോയ മാഘമക മഹോത്സവം പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പുനരാവിഷ്കാരമില്ല. പലരും പറയും പുനരാവിഷ്കരിക്കുന്നു. ആവിഷ്കാരമല്ല, ആവിഷ്കാരവും പുനഃസ്ഥാപനവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട ഭാരതപ്പുഴയുടെ ഉത്സവം ത്രിമൂർത്തി സ്നാനഘട്ടിൽ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു 2016 മുതൽ. 2016 ഇവിടെ പിന്നെ ഇവിടെ കഴിഞ്ഞ 2016 മുതൽ ഉണ്ടെങ്കിലും ഇതിന്റെ രണ്ട് കരകളിലും, ഭാരതപ്പുഴയുടെ രണ്ട് കരകളിലും, തവനൂരിലും തിരുനാവായയിലും ഒരേ പ്രകാരം നമ്മൾ ഈ ഭാരതപ്പുഴയുടെ ഉത്സവം നടത്തിയിരുന്നു. ഒരു അരമണിക്കൂർ കൊണ്ട് തുടങ്ങിയ ഒരു ഉത്സവമാണിത്. ഒരു ദിവസം ഒരു അരമണിക്കൂർ നേരം ഒരു 20ഓളം ആളുകളെ ചേർന്ന് ഒരു ചെറിയ രീതിയിലാണ് ഇത് തുടക്കം കുറിച്ചത്. പക്ഷെ പിന്നീട് അവിടുന്ന് ഓരോ വർഷവും കൂടുതൽ സംഘാടകർ വരികയും, ആദ്യകാലത്തൊക്കെ വളരെ വിഷമം ഉണ്ടായിരുന്നു. പലരോടും പറഞ്ഞപ്പോൾ 2016 കരഞ്ഞ ദിനങ്ങളുണ്ട്. എല്ലാവരും കളിയാക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു ഭാരതപ്പുഴയുടെ ഉത്സവമാണ് ഇത് പുനഃസ്ഥാപിക്കണം, പുനരാരംഭിക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് കളിയാക്കിയ പലരും ഇന്ന് ഇതിൽ സജീവമായി ഉണ്ട് എന്നുള്ളതാണ് ഒരു കൗതുകം. ഓരോ വർഷവും നമ്മൾ 3, 4, 5 ദിവസങ്ങളിൽ ഈ പരിപാടി വന്നു. 2018 മുതൽ ഇതിന്റെ മാഘമക മഹോത്സവത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് പിന്നെ ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ AK സുധീർ നമ്പൂതിരി ഗണപതി ഹോമം നടത്തിക്കൊണ്ടായിരുന്നു. അപ്പൊ ഓരോ വർഷവും ഇതിനൊരു ഉണർവ്, ഒരു പോസിറ്റീവ് എനർജി ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ വർഷം മുതൽ അദ്ദേഹം തന്നെ, ഞാൻ കൂടി ഉൾപ്പെട്ട തത്വമസി ട്രസ്റ്റ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇത് ശ്രീചക്രം, നമുക്കറിയാം ശ്രീചക്ര പൂജ ഉൾപ്പെടെയുള്ള പൂജാവിധാനങ്ങളോട് കൂടിയിട്ട് മാഘമക മഹോത്സവം ആഘോഷിക്കാൻ തുടങ്ങി. അത് തീർച്ചയായും അത് നവാമുകുന്ദന്റെയും അതുപോലെ തന്നെ സമസ്ത ദേവതമാരുടെയും ഒരു ഇംഗിതമാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അച്ഛൻ പൂജാവിധാനത്തിന് അനുയോജ്യനായ ഒരാളെ ഇതിന്റെ നേതൃനിരയിലേക്ക് കൊണ്ടുവന്ന് ഈ കാലം തന്നു എന്നുള്ളതാണ്. നമ്മളൊന്ന് തുടങ്ങി, പിന്നീട് അത് കുറെ കൂടി ഉയർന്ന തലത്തിലേക്ക് പോയി. അപ്പോൾ വരാനിരിക്കുന്ന ഭാവിയിൽ ഇത് ലോകപ്രസിദ്ധമായ വലിയൊരു ഉത്സവമായിട്ട് തന്നെ ഇത് മാറും. കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് തവനൂരിൽ നടത്താൻ സാധിച്ചില്ല. ഇവിടെ ഈ പൂജാവിധികൾ, അതുപോലെ തന്നെ തൈപ്പൂയം, സാമൂതിരി 55 മാമാങ്കങ്ങളാണ് നടത്തിയത്. ത്രേതായുഗത്തിൽ തുടങ്ങിയെങ്കിലും സാമൂതിരി 55 മാമാങ്കങ്ങളാണ് നടത്തിയത്. അതോടൊപ്പം 54 തൈപ്പൂയങ്ങൾ നടത്തി. ഇതെല്ലാം നമ്മൾ പുനഃസ്ഥാപിച്ചു. കഴിഞ്ഞ കൊല്ലം ഇദ്ദേഹം തിരുമേനി വന്നോടുകൂടിയാണ് നമ്മൾ മുടങ്ങിപ്പോയ തൈപ്പൂയം ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത്. ഇത് തിരുനാവായക്കാരുടെ ഉത്സവമല്ല, ഇത് മലപ്പുറം ജില്ലയുടെ ഉത്സവമല്ല, ഇത് കേരളത്തിന്റെ ഉത്സവമാണ്, ദക്ഷിണ ഭാരതത്തിന്റെ ഉത്സവമാണ്. അപ്പൊ ഇത് കേൾക്കുന്ന എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കണം, ഇതൊരു വലിയ വിജയമാക്കി തീർക്കണം എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. മറ്റൊന്ന്, 2 വർഷമായിട്ട് തവനൂരിൽ മുടങ്ങിക്കിടക്കുകയാണ് നമ്മുടെ ആ പാദഭാഗമാണ്, ശ്രീചക്രത്തിന്റെ പാദഭാഗമാണ് തവനൂര്.
അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള എന്താ വെച്ചാൽ അടുത്ത വർഷം അവിടെ കൂടി അവിടെ ഒരു കമ്മിറ്റി നിലവിലുണ്ട്. ഇവിടെ നടക്കാത്തതെല്ലാം അവിടെ നടക്കും. നമുക്ക് സമയപരിമിതികൾക്കുള്ളിൽ വേണം ഇവിടെ. അപ്പൊ ഒരുപാട് പരിപാടികൾ നമുക്ക് ഇവിടെ നടത്താത്തതുണ്ട്. അതും കൂടെ ചേർന്ന് രണ്ട് കരകളിലും ഈ മാഘമക മഹോത്സവത്തിന്റെ ഒരു ഭക്തി നിർഭരമായിട്ടുള്ള ഒരു ചടങ്ങ് നടക്കുകയാണ്. അവിടെ ഭക്തിപരമായിട്ടുള്ള അവിടെ സെമിനാറുകൾ, സിമ്പോസിയം, ഹിന്ദു മഹാസമ്മേളനം തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അതേ പ്രകാരം ഇവിടെയും സന്യാസി സംഗമം, നിളാപൂജ, നിള ആരതി, അങ്ങനെ രണ്ട് കരകളിലും നമ്മുടെ ഈ സംസ്കാരത്തിന്റെ അലയടിക്കും. ഇപ്രാവശ്യം രഥയാത്ര, ഈ രഥയാത്ര ശ്രീചക്ര രഥയാത്ര എന്നാണ് അതിന്റെ പേര്. ഈ ശ്രീചക്ര രഥയാത്ര നയിക്കുന്നതും നമ്മുടെ സുധീർ നമ്പൂതിരിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ശ്രീചക്ര രഥയാത്ര. 21 ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് ഭാരതപ്പുഴയെ പൂജിച്ചുകൊണ്ടാണ് ആ രഥയാത്ര കുടുംബ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഈ മാസം 23-ാം തീയതി പുറപ്പെടുന്നത്. 24-ാം തീയതി ഇവിടെ വൈകുന്നേരം എത്തും. വലിയ ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ശ്രീചക്ര രഥയാത്ര എന്ന പേര് ഇതിന് കൊടുക്കാൻ കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശ്രീചക്രത്തിന്റെ ആ സ്ഥാനഭാവമുള്ള ഈ സ്ഥലത്തെ ഇതിനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി ചെല്ലുക എന്നുള്ളതാണ്. ഇത് കേവലം ഒരു യുദ്ധോത്സവവും ഒരു വ്യാപാര ഉത്സവവും മാത്രമാക്കി മാറ്റി ഇതിന്റെ പ്രാധാന്യം കുറയ്ക്കുന്ന ഒരു അവസ്ഥ കുറെ കാലമായിട്ടുണ്ട്. അപ്പോൾ ആരെയും നമ്മൾ എതിർക്കുന്നില്ല. ഈ നമ്മൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച്, വിവിധ മനസ്സുകളാണെങ്കിലും ഒരു മനസ്സോടുകൂടി ഒത്തൊരുമിച്ച് ഭാരതപ്പുഴയുടെ ഉത്സവം ആഘോഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള പൂജാ ഫലങ്ങളെ കുറിച്ച് ശബരിമല മേൽശാന്തി പറയും. ഓരോ പൂജയ്ക്കും ഇപ്പൊ ശ്രീചക്ര പൂജ, ഞാനത് അദ്ദേഹം പറയുന്നില്ല, എന്നാലും സന്ദർഭമായി പറയാണ്. ശ്രീചക്ര പൂജ, ത്രിമൂർത്തി സ്നാനഘട്ടിൽ ശ്രീചക്ര മാതൃകയിലുള്ള ഈ ദേവസ്ഥാനത്ത് സകല ദേവതമാരുടെ ഈ സ്ഥലത്ത് ഇവിടെ ഒരു ശ്രീചക്ര പൂജ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ മറ്റൊരിടത്തുമില്ലാത്ത ഒരു കാര്യമാണ്, മറ്റൊരിടത്തുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ശ്രീചക്ര പൂജ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പരമാവധി ഇതിനോട് സഹകരിച്ച് ബുക്ക് ചെയ്ത് ഇതിന്റെ പുണ്യഫലം അനുഭവിക്കണം. ഈ മാഘമക മഹോത്സവത്തിൽ നമുക്ക് ഇത് കേൾക്കുന്ന നിങ്ങളും ഞങ്ങളോടൊപ്പം കൂടണം. ഒരു വലിയ ഉത്സവമായി തീരട്ടെ. ഇവിടെ നടക്കുന്ന ആ ശക്തി കേന്ദ്രത്തിൽ, ഇവിടെ ഒരു ശക്തി കേന്ദ്രമാണ്. ഈ ശക്തി കേന്ദ്രത്തിലെ പൂജാവിധാനങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ ശബരിമല മേൽശാന്തിയും തത്വമസി ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റിയുമായിട്ടുള്ള എൻ്റെ സഹോദര തുല്യനായ സുധീർ നമ്പൂതിരി നമ്മളോട് സംസാരിക്കും. നമസ്കാരം. നമ്മള് മാഘമക മഹോത്സവത്തിനെ പറ്റിയിട്ടാണ് ഇത്രയും നേരം നമ്മുടെ ദിനേശേട്ടൻ സവിസ്തരം പറഞ്ഞ് വെച്ചത്. അതിന്റെ ഭാഗമായി ദൈവനിയോഗം പോലെ എനിക്കും നേരത്തെ പറഞ്ഞ മാതിരി ഗണപതി ഹോമം നടത്താനൊരു മഹാഭാഗ്യം ലഭിച്ചു. അതിനുശേഷം നീണ്ട വർഷങ്ങളോളം അതിന് പൂജകനായി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. പിന്നീട് ഈ പറഞ്ഞ ദൈവനിയോഗത്തിന് എന്ന പോലെ ഇത് നടത്തുവാനും എനിക്കൊരു ഭാഗ്യമോ പുണ്യോ ലഭിച്ചു. ആയതുപോലെ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഞാൻ ഉൾപ്പെടുന്ന, ദിനേശേട്ടൻ ഉൾപ്പെടുന്ന ഒരു ട്രസ്റ്റാണ് ഇതിപ്പോ കൊണ്ട് നടക്കുന്നത്. ആദ്യം എനിക്ക് പറയാനുള്ളത്, ഇതിനോട് ബന്ധപ്പെട്ട് കുറെ പൂജാ സമ്പ്രദായങ്ങൾ നടക്കുന്നുണ്ട്. ആദ്യമേ പറയാനുള്ളത്, തിരുനാവായെ പറ്റി ചെറിയ 2 വാക്ക് പറഞ്ഞിട്ട് പൂജയിലേക്ക് കടക്കാം. അത് ഇതിനൊരു ആമുഖമാകുമെന്ന് എനിക്ക് തോന്നുന്നു. തിരുനാവായ പഴയ കാലത്ത് നാട്ടുരാജാക്കന്മാരുടെ ഭരണമായിരുന്നല്ലോ കേരളത്തിലെ. ഈ നാട്ടുരാജാക്കന്മാരെ തെരഞ്ഞെടുക്കുന്നത് അന്നത്തെ നമ്പൂതിരി കുടുംബാംഗങ്ങളിൽപ്പെട്ട അതികേമന്മാരായ ആൾക്കാരെ കൊണ്ട് തീരുമാനിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നത്. അതിന്റെ തീരുമാനങ്ങളെല്ലാം ഈ മധ്യ കേരളം എന്ന സങ്കല്പത്തിൽ തിരുനാവായ ചുറ്റുവട്ടത്തുള്ള തവനൂർ, തിരുനാവായ ദേശങ്ങളിൽ വെച്ചിട്ടായിരുന്നു എന്നാണ് കേട്ടത്. അതിനൊരു പറമ്പും ആ പറമ്പിന് പേരും ഇപ്പൊ ഈ അടുത്ത 2 ദിവസത്തിനുള്ളിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി. അവിടെ വെച്ച് ആ പറമ്പ് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ഈ നാട്ടുരാജാക്കന്മാരെല്ലാം ഒത്തുകൂടിയിരുന്നതെന്നും അവിടെ വെച്ച് തീരുമാനങ്ങളെല്ലാം ഇവിടുത്തെ തെക്കോട്ടും വടക്കോട്ടുള്ള രാജാക്കന്മാരെ തിരഞ്ഞെടുക്കുകയും എന്നിട്ട് അത് തീരുമാനം നവാമതിന് മുന്നിൽ ഓല വായിക്കുക എന്ന ചടങ്ങ് അടക്കം നടത്തിയിരുന്നുവെന്നും അത് കൂടാതെ അത് വർഷാവർഷങ്ങളിലും അല്ലെങ്കിൽ 12 വർഷത്തിലൊരിക്കലും വന്നിട്ട് അതിന് ചെലവ് കണക്കുകളെല്ലാം നവാമതിനെ ബോധിപ്പിച്ചിരുന്നതായും ചില തെളിവുകൾ അല്ലെങ്കിൽ ഇത് നമുക്ക് ഈ അടുത്ത ഇതിനെ ലഭിക്കാനിടയായി. അതിന്റെ ഭാഗ്യപത്രം എന്നോണം കഴിഞ്ഞ 2 വർഷം മുമ്പിൽ ഒരു പ്രശ്നം വെച്ച് സന്യാസിമാരെല്ലാവരും കൂടി ഒരു പ്രശ്നം വിധിയിലും അത് തെളിയുകയുണ്ടായി. പ്രായശ്ചിത്തങ്ങളെല്ലാം ചെയ്തു. ഏതായാലും നമ്മളെ കേരളത്തിന്റെ ഒരു മധ്യ ബിന്ദു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സങ്കേതമാണ് തിരുനാവായ ഈ ഒരു സ്വദേശം. അത് പറഞ്ഞു വെക്കുകയാണ്. അത് പറയാനുള്ള കാരണം നമുക്ക് ബാക്കി വരാം. ഏതായാലും മാഘമക മഹോത്സവത്തിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ദിനേശേട്ടൻ പറഞ്ഞു. നമ്മളിതിൽ ആവിഷ്കരിക്കുന്ന ആദ്യത്തെ ഒരു
പൂജ എന്നുള്ളത് അല്ലെങ്കിൽ നടത്തുന്ന ഒരു പൂജ സുബ്രഹ്മണ്യ പൂജയാണ്. തൈപ്പൂയ മഹോത്സവമായിട്ടാണ്. എന്താണ് സുബ്രഹ്മണ്യൻ എന്ന് മനസ്സിലാക്കിയാലാണ് അതിന്റെ അർത്ഥം. സുബ്രഹ്മം, നല്ല ബ്രഹ്മം. ബ്രഹ്മിച്ചാൽ ആ സ്വർഗം എന്ന് തന്നെയാണ്. അപ്പൊ ആ നല്ല ബ്രഹ്മത്തിലേക്ക് എത്തിക്കപ്പെടുക അല്ലെങ്കിൽ എത്തിപ്പെടുക എന്നാണ് ഏതൊരു മനുഷ്യന്റെയും അത്യന്തികമായ ലക്ഷ്യം. അപ്പൊ ആ നല്ല ബ്രഹ്മത്തിലേക്ക് എത്തിക്കപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ എത്തണമെങ്കിൽ നമ്മളെ ബാക്കി എല്ലാ കടമകളും കടന്നിട്ട് വേണം. അപ്പൊ ആ നല്ല ബ്രഹ്മത്തിൽ എത്തിക്കപ്പെടാൻ ഉതകുന്ന ഒരു ദേവനാണ് സുബ്രഹ്മണ്യൻ. അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമ്മളെ എല്ലാ ദിക്കിലും സുബ്രഹ്മണ്യ പൂജയോ സുബ്രഹ്മണ്യ ആരാധനകളോ നടത്തി വരുന്നത്. അതിന്റെ ഭാഗമായി ഈ ഒരു ദേശത്തും സുബ്രഹ്മണ്യൻ, ആ ബ്രഹ്മത്തിന്റെ പ്രതീകാത്മകമായ സുബ്രഹ്മണ്യ പൂജയും തൈപ്പൂയ മഹോത്സവവും നമ്മൾ നടത്തി വരുന്നു. അത് ഈ വർഷവും നടത്തുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ ശ്രീചക്ര പൂജ എന്നൊരു കാര്യമാണ് നടത്തുന്നത്. അത് നേരത്തെ അദ്ദേഹം പറഞ്ഞ മാതിരി ത്രികോണം വരച്ചു കഴിഞ്ഞാൽ ആ ത്രികോണത്തിന്റെ മൂന്നറ്റത്ത് നിൽക്കുന്ന ഏറ്റവും ഒട്ടനവധി ദേവതകൾ ശ്രീചക്രത്തിൽ കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. അതിൽ ഈ മൂന്നറ്റത്തും കുടികൊള്ളുന്ന ദേവതകളെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാണത്രേ. ഒരറ്റത്ത് വിഷ്ണുവും ഒരറ്റത്ത് ശിവനും ബ്രഹ്മാവും. അപ്പൊ അങ്ങനെ കോണുകളിലും 3 ദേവതകൾ ഉണ്ടെന്നും അതിന് പുറത്ത് ദളങ്ങളിൽ ഓരോ കോണകേസരങ്ങൾ എന്നൊക്കെ പറയും. അതിലൊക്കെ ഓരോ ദേവതകള്, അത് സംഘർഷിണി, അങ്ങനെ സപ്തമാതൃക്കൾ, അങ്ങനെ തുടങ്ങി ഓരോ ദേവതകളെ ഗണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ ഈ ത്രികോണത്തിൽ സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ത്രികോണ സമ്പ്രദായത്തിലുള്ള ഒരു സങ്കേതമാണ് തിരുനാവായ. ആ ത്രികോണത്തിൽ ഇരിക്കുന്ന ദേവതകൾ കുടികൊള്ളുന്ന സങ്കേതമാണ് തിരുനാവായ. അത് നമ്മുടെ ഈ തിരുനാവായക്കോ അല്ലെങ്കിൽ കേരളത്തിനോ അല്ലാതെ വേറൊരു നാടിനും പറയാൻ സാധിക്കില്ല, അവകാശപ്പെടാൻ സാധിക്കാത്തതാണ്. ലോകത്തിലെ എവിടെയും ത്രിമൂർത്തി സംഗമ സങ്കല്പത്തിലുള്ള ഒരു പ്രതിഷ്ഠകൾ ഇല്ല എന്ന് വേണം തന്നെ പറയാൻ. കൂടാതെ ബ്രഹ്മാവിന്റെ പ്രതിഷ്ഠ തന്നെ ഉള്ള ക്ഷേത്രങ്ങൾ വളരെ ദുർലഭമാണ്. ഉണ്ടാകും, അത് നിത്യപൂജ ഇല്ലാത്ത അല്ലെങ്കിൽ ഉപദേവതാ സമ്പ്രദായത്തിൽ ബ്രഹ്മ പൂജ നടക്കും. കാരണം അതിനെന്താ വെച്ചാൽ ബ്രഹ്മാവിനെ പൂജിക്കാൻ പാടില്ല എന്നൊരു ശാപം നമ്മളെ ഇതൊക്കെ വായിച്ചാൽ അറിയാം, അതിലുണ്ട്. കൂടാതെ ബ്രഹ്മാവിനെ എപ്പോഴും നമ്മൾ എന്ത് യാഗം, എവിടെ ഹോമങ്ങളോ യാഗങ്ങളോ നടക്കും, ബ്രഹ്മനിരിക്കുക എന്നൊരു ചടങ്ങുണ്ട്. ആചാര്യനായിട്ടിരിക്കുക. അതിന്റെ ആള് ബ്രഹ്മാവാണത്രേ. അപ്പൊ എന്തിനേയും മുൻനിർത്തിയാണ്, ബ്രഹ്മാവിനെ മുൻനിർത്തിയാണ് എന്ത് യാഗങ്ങളും സത്രങ്ങളും എല്ലാം നടത്തുക. അപ്പൊ ആ ബ്രഹ്മാവാണ് സത്രങ്ങളെ നടത്തുക, യാഗം നടത്തുക, എല്ലാത്തിനും അധിപതി എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആവാം തവനൂര് താപസന്മാരുടെ ഊര് എന്നാണല്ലോ പറയണത്. ആ തവനൂര് വന്ന് ബ്രഹ്മാവ് അവിടെ താപസന്മാര് വന്നിരുന്നു എന്നും ഈ താപസന്മാർ അവിടെ നേരത്തെ അദ്ദേഹം പറഞ്ഞ ആ യാഗങ്ങൾ നടത്താൻ ഉള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നും അതിന്റെ അധിപതിയായിട്ടാണ് ഈ ബ്രഹ്മാവ് ഇവിടെ വന്നിരുന്നതെന്നും അതിനെ പ്രതിഷ്ഠിച്ചൊക്കെ ആവാം മുമ്പത്തെ ചരിത്രങ്ങൾ. ഏതായാലും അതിനോട് ബന്ധപ്പെട്ട് ഈ ത്രിമൂർത്തി സംഗമ സ്ഥാനമായ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ശ്രീചക്ര പൂജ നടന്നിരുന്നു അല്ലെങ്കിൽ നടത്തിയിരുന്നു. അതിന്റെ കാരണവും പറയാം. നേരത്തെ പരശുരാമൻ അദ്ദേഹം പറഞ്ഞു, പരശുരാമൻ ഇവിടെ നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പരശുരാമൻ നിർദ്ദേശിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇവിടെ അദ്ദേഹം രാജവിഗ്രഹം എല്ലാം കഴിഞ്ഞ് പല ദിക്കിൽ പോയി ബലികർമ്മം ചെയ്തിട്ടും ഈ അദ്ദേഹത്തിന്റെ പാപങ്ങൾ തീർന്നില്ല. ഇവിടെ വന്നിട്ട് ബലികർമ്മം നടത്തിയപ്പോഴാണ് അത്രേ അതിന്റെ പാപം തീർന്നത്. അപ്പൊ അതിന്റെ കാര്യം അന്വേഷിച്ചപ്പോഴാണ് നേരത്തെ പറഞ്ഞ സപ്തനദികളുടെ പ്രവാഹം കൂടാതെ ശക്തിക്ക് പ്രധാനമുള്ള ഒരു സങ്കേതമാണത്. അപ്പൊ ആ ശക്തി എന്താണെന്ന് നേരത്തെ പറഞ്ഞത് നമ്മുടെ ആ ഒരു പരാശക്തി തന്നെയാണ്. ശങ്കരാചാര്യ പറഞ്ഞിട്ട് ശിവശക്തി യുക്തോയരി ഭവതി എന്ന് പറഞ്ഞ ആ സൗന്ദര്യ ശ്ലോകത്തിലെ ശക്തി ഇല്ലാതെ ഒന്നുമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിന്ന. അപ്പൊ പരശുരാമനും അത് മനസ്സിലായി, ആ ശക്തിക്ക് പ്രാധാന്യമുള്ള സങ്കേതമാണ് അത്. ഈ ഇവിടെ കുടികൊള്ളുണ്ട് ഉള്ള ഇതുകൊണ്ട് അദ്ദേഹം ഇവിടെ തർപ്പണം ചെയ്തു, മോക്ഷം കിട്ടി. അപ്പൊ അത് ഈ നിലയാണ് നമ്മൾ ആ ശക്തിയായിട്ട് നമ്മൾ കരുതേണ്ടത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ സങ്കല്പത്തിലാണ് നമ്മൾ ശ്രീചക്ര പൂജ ഒരു വിഭാവനം ചെയ്തിരുന്നത്. അത് മുൻകാലം നടന്നു വന്നിരുന്നു, അത് വേറെ സമ്പ്രദായത്തിലായിരുന്നു എന്ന് മാത്രം. പക്ഷെ ഇന്ന് ആ ശ്രീചക്ര പൂജ നമ്മൾ പുനരാരംഭിക്കുക തുടർന്ന് ചെയ്തു. അതുകൂടാതെ നമ്മൾ യോഗീശ്വര പൂജ, നമ്മൾ നേരത്തെ പറഞ്ഞ ശങ്കരാചാര്യരെ ഒരു കഥ ഇവിടുത്തെ തിരുനാവായിട്ട് ബന്ധമുണ്ട്. ശങ്കരാചാര്യ മുട്ടുകുത്തി പ്രദക്ഷിണം ചെയ്തു എന്നും അദ്ദേഹത്തിനെ നാട്ടുകാരെല്ലാം നിന്ദിച്ചു എന്നും അതിന്റെ പാപം കാരണം നാട്ടിലെല്ലാവർക്കും സമ്പത്തുള്ളവരെല്ലാം ദരിദ്രരായി പോയെന്നും. അപ്പൊ ആ സന്യാസി പരമ്പരയെ നിന്ദിച്ചതിന്റെ അല്ലെങ്കിൽ ഗുരു പരമ്പര നിന്ദിച്ചതിന്റെ ഭാഗമായി അതിന് വിമുക്തിക്ക് വേണ്ടി നമ്മൾ ഒരു യോഗീശ്വര പൂജ ഇവിടെ ആരംഭിക്കുകയുണ്ടായി. കൂടാതെ നമ്മൾ ഈ പരശുരാമനെ കേരളത്തിൽ വളരെ ദുർലഭ സങ്കേതങ്ങളിലെ പൂജിക്കുന്നുള്ളൂ. നമ്മളെ ഈ അന്തപത്മ ക്ഷേത്രത്തിലെ, കാസർഗോഡ് ഒരു ക്ഷേത്രത്തിലെ, അങ്ങനെ പല വിഗ്രഹങ്ങളോ പ്രതിഷ്ഠകളോ ഇല്ല. ഏതായാലും ആ പരശുരാമനെ, കേരള സൃഷ്ടാവായ ആ പരശുരാമനെ അല്ലെങ്കിൽ നമ്മളെ കേരളത്തിന്റെ പിതാവായ ആ പരശുരാമനെ നമ്മൾ ഇവിടെ പൂജ തുടങ്ങി, പരശുരാമ പൂജ ആരംഭിക്കുകയുണ്ടായി. അത് കൂടാതെ നടത്തുന്ന ഒരു നാഗപൂജയാണ് നമ്മൾ. എന്താണ് നാഗപൂജ? നാഗരുടെ ഊരായിരുന്നു ഇത്ര നമ്മുടെ കേരളം. നാഗർ ആലയം എന്ന് തന്നെ വേണം പറയാൻ. നാഗർക്ക് ഒരു അവിടേക്കാണ് അത്ര മനുഷ്യരെ കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരായ നമ്മളെ കൊണ്ടുവന്നില്ല. അവർക്ക് ദാനം തന്ന സ്ഥലത്താണ് നമ്മൾ വസിക്കുന്നതെന്നാണ് പുരാണങ്ങൾ അല്ലെങ്കിൽ ഇതിലെ കഥകളൊക്കെ പറയുന്നത്.
അത് എന്നോട് ഇപ്പോൾ പറഞ്ഞു തന്നത് ഈ നേരത്തെ പറഞ്ഞ പാതിരാകുന്നത്ത് മനക്കിലവരാണ്. അപ്പൊ ഈ നാഗന്മാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ ഒരാണ്. അങ്ങനെ മനുഷ്യർ ഇവിടെ വന്ന് അവരെ കാര്യങ്ങളൊക്കെ അതിക്രമിച്ച് നശിപ്പിച്ചു എന്നും അത് മനുഷ്യർ കൈക്കലാക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ നാഗരുടെ ശാപങ്ങൾ നമുക്ക് അനുഭവിക്കാൻ ഇടവരുമെന്ന് പറയണു. അപ്പൊ അതുകൊണ്ട് ആ നാഗങ്ങളെ ഓരോ വീടുകൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നാഗപൂജ അല്ലെങ്കിൽ നാഗക്കാവുകൾ കാണാം. അപ്പൊ ആ നാഗദേവതകളെ നമ്മുടെ പൂർവികരമായ ഇതിലുണ്ടായിരുന്ന ആ നാഗദേവതകളെ പൂജിക്കാനുള്ള സങ്കല്പം നാഗത്തിനെ പൂജിക്കുന്നു. അതും കൂടാതെ അനന്തൻ, ഈ ഭൂമിയെ താങ്ങി നിർത്തുന്നത് അനന്തനാണത്രേ. നമ്മളൊരു ഭൂമി പൂജ നടത്തുമ്പോൾ ആദ്യം പൂജിക്കുന്നത് അനന്തന്റെ തലയിലിരിക്കുന്ന ഭൂമിയായിട്ടാണ് പൂജിക്കുന്നത്. അപ്പൊ ആ ഭൂമി ദേവിയുടെ താങ്ങി നിർത്തുന്ന അനന്തനെ എന്ന സങ്കല്പത്തിൽ ആ നാഗത്തിനെ നമ്മൾ ഈ പൂജാ സമ്പ്രദായത്തിൽ ഉൾപ്പെടുത്തി ഇതൊക്കെ പൂർവ്വമായി ആചരിച്ചു വന്നിരുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ മനുഷ്യ നന്മയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം ഇതിനോട് ഭാഗമായിട്ടുണ്ട്. ഈ ലോക നന്മയ്ക്ക്, മനുഷ്യ നന്മയ്ക്ക്, ലോക നന്മയ്ക്ക് നമ്മളുടെ നെഗറ്റിവിറ്റി മാറ്റി പോസിറ്റിവിറ്റി ഉണ്ടാകാൻ നമുക്ക് എന്ത് ചെയ്യാൻ, അങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മളെ വൈദികന്മാർ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ കുശ്മാണ്ഡി ഹോമം, വൈദിക സമ്പ്രദായത്തിൽ ഒരു കുശ്മാണ്ഡി ഹോമം, യാഗങ്ങളിൽ നമ്മൾ യാഗങ്ങൾ കേട്ടിട്ടുണ്ട്, സോമയാഗം, അതിരാത്ര യാഗം, ഇതിലൊക്കെ അഗ്നി കടഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആദ്യം നടത്തുന്ന ഹോമം കുശ്മാണ്ഡി ഹോമ. ഇത് എന്തിനാ ചോദിച്ചാൽ നമ്മളോ നമ്മുടെ പൂർവികരോ നമ്മളെ തലമുറകളായിട്ടുള്ള 7 തലമുറയായിട്ട് പൂർവികരോ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വന്നു ചേർന്നിട്ടുള്ള മഹാദുരിതങ്ങൾ എന്തൊക്കെയാ, മഹാദുരിതങ്ങൾ, ഭ്രാന്ത്, ക്യാൻസർ, അങ്ങനെ പലതും പറയും. അപ്പൊ ഭ്രാന്തടക്കം മാറുന്ന കുശ്മാണ്ഡി ഹോമം ചെയ്താലുള്ള ഫലങ്ങൾ എനിക്ക് അനുഭവസ്ഥനാണ്. ഒരു വ്യക്തിക്ക് ഈ കുശ്മാണ്ഡി ഹോമം ചെയ്ത് നെയ്യും ഭസ്മം ചെയ്ത് ഭ്രാന്ത് മാറിയത് തന്നെ ബോധ്യസ്ഥനായ ഒരാളാണ്. അപ്പൊ അത്രയും ഫലവത്താണ് ഈ കുശ്മാണ്ഡി ഹോമം. അപ്പോൾ മഹാദുരിതങ്ങളെ പരിഹരിക്കപ്പെടാൻ യോഗ്യമായ ആ കുശ്മാണ്ഡി ഹോമം നടത്തിയാൽ നമുക്ക് നല്ലതാണ്. അത് സാധാരണ ഒരു വ്യക്തിക്കോ ഇല്ലെങ്കിൽ കുടുംബ ഇതിലോ നടത്തണമെങ്കിൽ അനവധി സംഖ്യ ചെലവുകളുണ്ട് വൈദികന്മാർ നടത്താൻ. അപ്പൊ നമുക്ക് അത് സാധാരണക്കാർക്കും ഇതിന്റെ ഗുണങ്ങൾ എത്തിക്കപ്പെടാൻ വേണ്ടി നിസ്സാരമായ ചില പണം ചെലവാക്കി അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതാ ലോക നന്മ അല്ലെങ്കിൽ ലോക ദുരിത ഹേതുർത്ഥം എന്നുള്ള സങ്കല്പത്തിൽ നമ്മളിവിടെ നടത്താൻ ഉദ്ദേശിച്ചു. ഇതുകൂടാതെ ഇനി എന്ത് എന്നുള്ള ചിന്തയിലാണ് നമുക്ക് ഏതൊരു മനുഷ്യനും ഭാവി അല്ലെങ്കിൽ ഉന്നതി ആണല്ലോ ലക്ഷ്യം. അപ്പൊ നമ്മൾ സാധാരണ ഓരോ ഗ്രഹങ്ങളെ സ്വാധീനം നമ്മളിലുണ്ട് എന്ന് പറയുന്നുണ്ട് ഏതൊരു മനുഷ്യനിലും, നവഗ്രഹങ്ങളെ. അപ്പൊ നമുക്ക് നക്ഷത്രങ്ങളും സ്വാധീനമുണ്ട്. അതാണല്ലോ നമ്മളെ നക്ഷത്രങ്ങളെ ആരാധിക്കുന്നത്, നമ്മളെ പേരിന്റെ ഒപ്പം നക്ഷത്രം കൂടുന്നത്. അപ്പൊ ഈ നക്ഷത്രങ്ങൾക്കും നമ്മൾ ജാതകം നോക്കിയാൽ എല്ലാവരും നക്ഷത്രത്തിനൊപ്പം ഒരു ദേവതയെ എഴുതി കാണാം. ജാതകത്തിൽ ഉണ്ടാവും, നമുക്ക് ആർക്കും അറിയില്ല. അശ്വിനി നക്ഷത്രം, അശ്വിനി ദേവത, അങ്ങനെ ഓരോ ദേവതകൾ ഉണ്ടാവും. ഈ ദേവതകളെയും പൂജിക്കുന്ന സമ്പ്രദായം വൈദികത്തില് ഇതിലുണ്ടായിരുന്നു. ആ ഓരോ ദേവതകളുണ്ട്. ഈ ദേവതകളെ പൂജിക്കുക അല്ലെങ്കിൽ അവർക്ക് ഹോമം നടത്തുക. അവര് വിവിധമായ ഒരു ഹോമകുണ്ടത്തിൽ ആവാഹിച്ച് ആ ഇതിൽ പ്രത്യേക ഹവിസ്സുകളെ കൊണ്ടോ പ്രത്യേക ദ്രവ്യങ്ങളെ കൊണ്ടോ ഹോമിച്ച്, സമിത്തുകൾ എന്ന് പറയുന്ന ചമതകൾ അങ്ങനെയുള്ള സാധനങ്ങളെ കൊണ്ട് ഹോമിച്ച് അവരെ പ്രീതിപ്പെടുത്തുക. അപ്പൊ അത് നടത്തി കഴിഞ്ഞാൽ ആ നടത്തുന്ന സ്ഥലത്ത് തന്നെ ഒരു പ്രത്യേക ഒരു വൈബ് ഒരു ഓറ പ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ അതിനുള്ളിലോ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആൾക്കാരിലോ ബുദ്ധി വികാസം ഉണ്ടാവും. മനസ്സിന്റെ കാരകനാണല്ലോ ചന്ദ്രനാണല്ലോ നക്ഷത്ര ദേവതയുടെ പ്രധാനതം. അപ്പൊ അവിടെ പങ്കെടുക്കുന്നോ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന ആൾക്കാർക്കോ മനസ്സിൽ വികാസം ഉണ്ടാവുന്നു, നല്ല ചിന്തകൾ വന്നു ചേരുമെന്നാണ് വൈദിക ശ്രേഷ്ഠന്മാർ നമ്മളോട് പറഞ്ഞത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനോട് ബന്ധപ്പെട്ട് പങ്കെടുക്കുന്ന ആൾക്കാർക്കെല്ലാം മനസ്സുശുദ്ധി ഉണ്ടാവാനും ഇതിനെല്ലാം വേണ്ടി നമ്മൾ നക്ഷത്ര ഇഷ്ടിയാഗം എന്നൊരു യാഗം, ഇത് വേണമെങ്കിൽ പറയാം, നമുക്ക് ഇന്ന് വരെ കേരളത്തിൽ നടന്നിട്ടില്ല എന്ന് പറയാം. നടന്നിട്ടുണ്ട് തിരുവല്ല ആ ഭാഗത്തും അതേമാതിരി കണ്ണൂരും. പക്ഷെ അതൊക്കെ നടന്നത് ഭാഗികമായിട്ടാണ്. 27 നക്ഷത്രങ്ങളുടെ ഹോമം നടന്നതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. 9 നക്ഷത്രങ്ങളെ ദേവതകളെ പൂജിച്ചു എന്നാണ് പറയണത്. പക്ഷെ ഇവിടെ നമ്മൾ 27 നക്ഷത്ര ദേവതകളെയും 9 ആചാര്യന്മാർ, അത് വൈദികന്മാരായ ആചാര്യന്മാർ പ്രത്യേകം മന്ത്രങ്ങളെ കൊണ്ട് അവർ ഹോമിച്ച് ആ ഒരു പ്രത്യേക വൈബ് നമ്മളിലേക്ക് എത്തിക്കപ്പെടാൻ അവര് നമ്മുടെ ഒപ്പം വന്നു ചേരാൻ. തീർച്ചയായിട്ടും ഈ 3-4-5 പൂജകളാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യതയോടുകൂടി നമ്മൾ നടത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് വരെ കാണാൻ സാധിക്കാത്ത, ഇന്ന് വരെ അനുഭവിക്കാൻ സാധിക്കാത്ത ആ ഒരു പോസിറ്റിവിറ്റി നമ്മളിലേക്ക് എത്തിക്കപ്പെടാൻ, നമ്മളിലേക്കല്ല ഈ തിരുനാവായ ദേശത്തിന്, ഈ സങ്കേതത്തിന്, ഈ ലോകർക്ക് എത്തിച്ച് ലോകശ്രദ്ധയിൽ നമ്മളെ തിരുനാവായ അയോധ്യ എന്ന് പറഞ്ഞ ഇപ്പോൾ നമ്മൾ കേട്ടു. അല്ലെങ്കിൽ മറ്റ് മഹാക്ഷേത്രങ്ങളെ പറ്റി നമുക്കറിയാം. ഗുരുവായൂരിനേക്കാളും പ്രാചീനത ഉള്ള ക്ഷേത്രമാണ് തിരുനാവായ. അപ്പൊ ആ പ്രാചീനതയിലേക്ക് തിരുനാവായ എന്ന ഒരു ദേശത്തിനെ, തിരുനാവായ എന്ന ഗ്രാമത്തിനെ അല്ലെങ്കിൽ ആ പൈതൃകങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരം പൂജകൾ വിഭാവനം ചെയ്തിട്ടുള്ളത്, നടന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ ഭാഗാഭാഗാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭാഗ്യമുണ്ടാകട്ടെ. തീർച്ചയായിട്ടും ഇത് നടത്താൻ സാധിച്ചത് നമ്മുടെ പുണ്യം, ഇത് അറിയാൻ സാധിച്ചത് നമ്മളെ പുണ്യം. ഇതെല്ലാം നമ്മളിൽ ഓരോന്നായി ദൈവനിയോഗം പോലെ നമുക്ക് എത്തിപ്പെടുകയായിരുന്നു. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു ശ്രീചക്ര പൂജ എന്നാൽ നമുക്കറിയാം ഏറ്റവും അതിന്റെ ഉന്നത സ്ഥാനം ലബ്ധിയാണ് ശ്രീചക്ര പൂജയുടെ ഫലം പറയണത്. നമുക്ക് ഏറ്റവും ഏതൊരു മനുഷ്യനും ഉന്നതി കാക്ഷിക്കുന്നവരാണ്. അപ്പോൾ ഉന്നതി എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ശ്രീചക്ര പൂജ ചെയ്താൽ അതിന്റെ ഫലം കിട്ടുക. പണ്ട് രാജകുടുംബങ്ങളിലൊക്കെ ശ്രീചക്ര പൂജ നടന്നതായിട്ട് അറിവുണ്ട്. അത് സാധാരണ വ്യക്തികളിൽ നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. 2-3 ലക്ഷം ചെലവാ. അപ്പൊ അത് സാധാരണക്കാർക്കും ലഭ്യമാക്കാൻ വേണ്ടിയുള്ള
അപ്പൊ ഭക്തജനങ്ങൾക്ക് ദുരിത ഹേതുർത്ഥം നമ്മൾ വിഭാവനം ചെയ്തുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളായി ഇതിന്റെ ഗുണഫലങ്ങൾ ഏറ്റുവാങ്ങാൻ എത്തിപ്പെടുക, കൂടാതെ ഇതിൽ പങ്കാളികളാവുക. ഓരോരുത്തർക്കും പങ്കാളികളായിട്ട് നമുക്ക് ദേശത്തിനും നമുക്കൊക്കെ നല്ല അഭിവൃദ്ധി വന്നു ചേരട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. എന്തായാലും 23 മുതൽ ഇതിന്റെ ഒരു രഥഘോഷയാത്ര ഉണ്ട്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ശക്തിക്ക് ശേഷമായ ശ്രീചക്ര രഥത്തിൽ വെച്ച് ഇല്ലത്ത് പൂജിച്ച് കാരണവന്മാരായി ഉപാസിച്ച് വന്ന 750 വർഷങ്ങളായി പൂജിച്ചു വന്ന ആ ശ്രീചക്രമാണ് നമ്മൾ ശ്രീചക്ര രഥത്തിൽ വെച്ച് കൊണ്ടുവരുന്നത്. അതിനെയാണ് നമ്മൾ ആരാധിച്ചുകൊണ്ട് ഈ 2 ദിവസം രഥത്തിൽ കൊണ്ടുവന്ന് ഇവിടെ ഇതാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു 750 വർഷങ്ങളായി പൂർവികമായിട്ട് ആചാര്യന്മാർ ആരാധിച്ച ആ ശ്രീചക്രത്തിന്റെ ചൈതന്യം നിങ്ങൾക്കെല്ലാം എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അതിന്റെ മുന്നിലുള്ളത്. എന്തായാലും അത് കൊണ്ടുവന്ന് പുഴയിലൊക്കെ ആരാധിച്ച് ഇവിടെ എത്തിച്ചേരുകയാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ എല്ലാം ഭാഗമാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതെല്ലാം മംഗളമായി തീരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.